എന്നാലും എന്റെ ഏട്ട, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഏട്ടൻ അങ്ങനെ ചെയ്തല്ലോ. ഗതികേട് കൊണ്ട് ഞാനിങ്ങോട്ട് കയറി വന്നപ്പോ ഏട്ടൻ എന്നോട് പറഞ്ഞത് ഈ വീട്ടിൽ താമസിച്ചോള. പക്ഷെ അത് നല്ല മനസ്സോടെ അല്ല പറഞ്ഞതെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായത്. ഏട്ടന് ഞാനൊരു ശല്യമായില്ലേ? അമ്മേ, എന്തൊക്കെയാ അമ്മീ പറയുന്നേ? ഒന്നും ഓർക്കാതെ അമ്മാവനോട് ഇങ്ങനെയൊക്കെ പറയാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വരുന്നു? നീ മിണ്ടരുത്. നീ കഴിവുള്ളവനായിരുന്നെങ്കിൽ എനിക്ക് നാണക്കേട് സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഇവരുടെയൊക്കെ ദേഹം കൊണ്ട് ഈ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. അത് അവസാനിപ്പിച്ച് വേറെ എവിടെയെങ്കിലും എന്നെ കൊണ്ട് താമസിപ്പിക്കണമെന്ന് നിനക്ക് ഇതുവരെ തോന്നിയില്ലല്ലോ. അപ്പച്ചി, അപ്പച്ചിയുടെ പ്രശ്നം എന്താണെന്നറിയോ? അപ്പച്ചിക്ക് എല്ലാത്തിനോടും എല്ലാവരോടും അസൂയ. അതുകൊണ്ടാ അപ്പച്ചിക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടാത്ത. കാര്യങ്ങൾ ഒരിക്കലും നേരെ ചൊവ്വേ കാണാനുള്ള കഴിവ് അപ്പച്ചിക്കില്ല. ഇപ്പൊ തന്നെ അച്ഛൻ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനല്ലേ അപ്പച്ചി ശ്രമിക്കുന്നത്? ഞാൻ ഏട്ടനോട് എന്തു പറഞ്ഞു നീ പറയുന്നത്? നീ കുട്ടിയായിരുന്നപ്പോൾ ഒരുപാട് കുസൃതിത്തരങ്ങൾ കാട്ടിയിട്ടുണ്ട്. അന്ന് എപ്പോഴെങ്കിലും ഏട്ടൻ തല്ലിയതായിട്ട് ഓർക്കുന്നുണ്ടോ? മുതിർന്നപ്പോ പലപ്പോഴും നീ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന പലതും ചെയ്തിട്ടുണ്ട്. അന്നൊന്നും നിന്റെ നേരെ ഞാൻ കയ്യോങ്ങിയിട്ടില്ല. പക്ഷേ ഇന്ന് ഞാനത് ചെയ്തു. നന്നായിട്ടൊന്ന് ആലോചിച്ചാൽ അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാകും. അച്ഛാ, ഒന്ന് വേഗം വാച്ചാ. ദേ, അമ്മ ഈ വീട് വിട്ട് പോവാ. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ അമ്മ ഒന്ന് തടയ, അല്ലെങ്കിൽ അമ്മ പോവും. പ്രകാശേട്ടാ, പ്രകാശേട്ടനെങ്കിലും ഒന്ന് വാ. അമ്മ അത്രയും ദേഷ്യത്തില. ഇല്ല ലക്ഷ്മി, ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരില്ല. ഞാൻ പറഞ്ഞ അമ്മ അത് കേൾക്കേയില്ല. അമ്മ കേക്കില്ലേ? പിന്നെ ആര് പറഞ്ഞാ കേക്കും? അപ്പച്ചി, അപ്പച്ചി പറഞ്ഞ അമ്മ കേക്കും. എന്റെ കൂടെ ഒന്ന് വാ അപ്പച്ചി. ഇല്ല ലക്ഷ്മി, ഞാൻ ആരോടൊന്നും പറയാൻ വരുന്നില്ല. ഏട്ടത്തി പൂമംഗലത്തുനിന്ന് പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ. എന്റെ ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് നിങ്ങളൊക്കെയാ. ഇപ്പൊ ഏട്ടത്തി ഇവിടുന്ന് പോയി കഴിയുമ്പോ നിങ്ങൾക്കൊക്കെ സമാധാനാവുമല്ലോ. ഏട്ടത്തി മാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് എല്ലാരും പോവും. പിന്നെ ഇവിടെ നീ മാത്രാവും. നിനക്ക് വേണ്ടതും അത് തന്നെയാണല്ലോ. നടക്കട്ടെ, നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. അച്ഛാ, എന്തൊക്കെയാ അച്ഛാ അപ്പച്ചി പറഞ്ഞിട്ട് പോയത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതെനിക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി താ അച്ഛാ. ചേച്ചി, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ചേച്ചി എവിടെ? ചേച്ചി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. കടയിൽ കാശ് കൊടുക്കാൻ പോയതാ. പെട്ടെന്ന് വരും. ഈ കട ചേച്ചിയുടെ തന്നെയാണോ? അതെ. നന്നായിട്ടുണ്ട്. ഈ കുട്ടി ഏതാ? ഇവളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചേച്ചി എപ്പോഴും ഇവളെ കുറിച്ചാ പറയുന്നേ. ഇവളെ ചിന്നു. നമ്മളെ പോലെ ഒന്നുമല്ല. ചിന്നുവിനെ എല്ലാവർക്കും അറിയാം. ചിന്നു ചേച്ചി ടിവിയിലൊക്കെ എത്ര തവണ കാണിച്ചിട്ടുണ്ട്. എന്റെ പേര് ചിന്നുന്നാ. എന്റെ പേര് സൗമ്യ. എന്റെ പേര് കിച്ചുന്നാ. ഞാൻ പാർവതി. പാറുന്ന എല്ലാരും വിളിക്കുന്നെ. നീ എന്താ മിണ്ടാതിരിക്കുന്നെ? നിനക്ക് പേരില്ലേ? ഇവനൊരു പേരുണ്ട്. അതെന്താന്നറിയോ? മണ്ടമുത്തപ്പ. എടാ മണ്ടമുത്തപ്പ. എന്റെ പേര് മുത്തപ്പ എന്നല്ല, മുസ്തഫ എന്നാ. ചേച്ചി ഇവരുടെ കൂടെ കളിയാക്കി ചിരിക്കാണോ? എല്ലാരും പറഞ്ഞിട്ടുണ്ടല്ലോ ചേച്ചി നല്ല കുട്ടിയാണെന്ന്. എടാ മുത്തപ്പ, ചിന്നു ഓടി മെഡലൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചിന്നു ചേച്ചി ചെയ്യുന്നൊക്കെ വേറെ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല. ചിന്നു നിക്ക്, ഞാൻ ഇപ്പൊ വരാം. ഏട്ടത്തി, 'ഏട്ടത്തി പൊയ്ക്കോ. 'ഏട്ടത്തി ഇനി ഇവിടെ നിക്കണ്ട. എത്രയും വേഗം ഇവിടുന്ന് പൊയ്ക്കോ. 'ഏട്ടത്തി, 'ഏട്ടത്തി പൊയ്ക്കോ. 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 '
ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ തറവാട്ടിലേക്ക് പോകാം. അവരേട്ടത്തിയെ പൊന്നുപോലെ നോക്കിക്കോളും. ഞാൻ എന്റെ തറവാട്ടിലേക്ക് തന്നെ പോവാ. എന്നെ തടയാൻ ഇനി ആർക്കും പറ്റില്ല. പോണോ ഏട്ടത്തി? ഏട്ടത്തിക്ക് ചെന്ന് കയറാൻ ഒരു വീടുള്ളപ്പോ ഏട്ടത്തി പിന്നെ ആരെ പേടിക്കാനാ? പക്ഷെ ഏട്ടത്തി ഇവിടുന്ന് പോയാ ഞാൻ ഒറ്റയ്ക്കാവും. അതും കൂടി ഏട്ടത്തി ഒന്ന് ഓർത്തോണം. അംബികെ, നീ ഇനി എത്ര കരഞ്ഞു പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനം മാറ്റില്ല. ഞാൻ ഏട്ടത്തി തടയാൻ വേണ്ടിയല്ല ഇതൊന്നും പറയുന്നത്. പക്ഷേ എനിക്കൊരു അപേക്ഷയുള്ളൂ ഏട്ടത്തി. ഏട്ടത്തി പോകുമ്പോ എന്നെയും കൂടി കൊണ്ടുപോകണം. ഞാൻ ഏട്ടത്തിയുടെ കൂടെ വരിക. ഞാൻ എങ്ങനെ അംബികെ നിന്നെ എന്റെ കൂടെ കൊണ്ടുപോകുന്നേ? ഏട്ടത്തി എവിടേക്കാണോ അവിടേക്ക് ഞാനും വരും. ഏട്ടത്തി തനിച്ച് ഞാൻ എങ്ങോട്ടും വിടില്ല. ഞാൻ വേഗം പോയി എന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. അംബികെ, വേണ്ട, നിന്നെ എന്റെ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ പറയല്ലേ ഏട്ടത്തി. ഏട്ടത്തി എന്നെ വിശ്വസിക്കേ. ഞാൻ കാരണം ഏട്ടത്തിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒന്ന് ചുരുണ്ടു കൂടിക്കിടക്കാൻ എവിടെയെങ്കിലും ഒരു ഇത്തിരി സ്ഥലം, അത് മാത്രം മതി എനിക്ക്. നിന്നെ എന്റെ വീട്ടിൽ താമസിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല അംബികെ ഞാനിത് പറയുന്നത്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെയുള്ള ആർക്കും ഞാൻ കാരണം ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പൂമംഗലത്തെല്ലാം എനിക്ക് എന്റെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. പക്ഷേ എന്റെ തറവാട്ടിൽ ചെല്ലുമ്പോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. നീ എന്റെ ഒപ്പം വരാൻ പാടില്ല അംബികെ. പിന്നെ ഞാൻ എന്ത് ചെയ്യും ഏട്ടത്തി? ഏട്ടത്തി ഇല്ലാതെ ഈ വീട്ടിൽ ഞാൻ എങ്ങനെ കഴിയും? എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാന്ന് വെച്ചാ ചെന്ന് കയറാൻ ഒരു ഇടവുമില്ല. അംബികെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ നിനക്കൊരു വഴി പറഞ്ഞു തരാൻ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോ ഏട്ടത്തി എന്നെ ഉപേക്ഷിക്കുവാണല്ലേ? ആയിക്കോട്ടെ. ഹലോ ഹലോ, വക്കീൽ വീടല്ലേ? മേനോ സാറുണ്ടോ അവിടെ? ആരാ സംസാരിക്കുന്നേ? ഞാൻ ഒരു ജേർണലിസ്റ്റാ. ചിന്നുവിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാ ഞാൻ വിളിക്കുന്നത്. ചിന്നു നിങ്ങളുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്? പത്ര ഓഫീസിൽ നിന്നാ വിളിക്കുന്നല്ലേ? ഇതുപോലൊരു അവസരം എനിക്കിനി കിട്ടില്ല. എടി ചിന്നു, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നീ കണ്ടോ? ഹലോ ഹലോ, നിങ്ങൾ പറഞ്ഞാ ശരിയാ. ചിന്നു ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. അവൾ ഈ വീട്ടിലെ വേലക്കാരിയാ, വെറും വേലക്കാരി. എനിക്ക് എന്താണോ അറിയേണ്ടിയിരുന്നത് അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എടി ചിന്നു, ഇനി ഈ വീട്ടിൽ എന്തൊക്കെയാ